പാടം ഫോറസ്റ്റ് ഓഫീസ് ആക്രമിച്ച കോന്നി എംഎൽഎ കെ.യു. ജനീഷ് കുമാറിനെ സംരക്ഷിച്ച വനം മന്ത്രി. എംഎൽഎ ഉൾപ്പെടുന്ന വിഷയത്തിൽ വകുപ്പിന് കേസെടുക്കാൻ സാധിക്കില്ല എന്നാണ് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ വിശദീകരണം. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി ജനം ടിവിയോട് പറഞ്ഞു. നമ്മുടെ ഒരു സ്റ്റാൻഡ് വനംവകുപ്പിന്റെ നിലപാട് എന്താണ്? പോലീസ് അല്ല, ഇനിയിപ്പം വനംവകുപ്പിന് പ്രത്യേകിച്ച് നടപടി എടുക്കാനില്ല. കാരണം എംഎൽഎ കൂടി ഉൾക്കൊള്ളുന്ന ഒരു കാര്യത്തിൽ വനം വകുപ്പിന് നടത്തിയിട്ട് പിന്നെ കേസെടുക്കാൻ പറ്റില്ല. അതൊരു വെറും പോലീസ് കേസായിട്ട് നിൽക്കുക, അത്ര തന്നെ. അപ്പൊ വകുപ്പ് തല നടപടി അങ്ങനെ ഒരു ശുപാർശയ്ക്കൊന്നും പോകില്ല വനം വകുപ്പിന്റെ പ്രത്യേകിച്ച് നടപടി ഉദ്യോഗസ്ഥന്മാരുടെ ഭാഗത്ത് വീഴ്ചയുണ്ട് എന്നാണ്. ഇപ്പൊ ഇനിയിപ്പോ പോലീസ് കേസെടുത്തിട്ട് കേസിൽ ആരാണ് കുറ്റക്കാരാണെന്ന് കണ്ടെത്തുന്നതിന് മുമ്പേ ചെയ്യണോ വേണ്ടത് ഞാൻ ആലോചിച്ചിട്ടില്ല. ഈ ഫോറസ്റ്റ് ജീവനക്കാരൻ കൊടുത്ത പരാതിയില്ലേ, അതിൽ നടപടി അതിന്റെ മേലെയും കേസെടുത്തിട്ടുണ്ട്. ഈ പിന്നെ കസ്റ്റഡിയിൽ എടുത്തു എന്ന് പറയുന്ന അന്യ സംസ്ഥാന തൊഴിലാളി അയാൾ കൊടുത്ത പരാതി ഇല്ലെങ്കിലും കേസെടുത്തിട്ടുണ്ട്. ഫോറസ്റ്റിന്റെ ഒരു ഓഫീസിൽ ഇങ്ങനെ കയറി ഇങ്ങനെ ഒരു നടപടി നടത്തുന്നത് ശരിയല്ല. അതാണല്ലോ കേസ് കൊടുത്തിരിക്കുന്നത്. അവര് കേസ് പിന്നെ പോലീസ് കേസാണല്ലോ. ഇനി മന്ത്രിയുടെ നിലപാട് എങ്ങനെയാണ്? അല്ല, മന്ത്രിയുടെ നിലപാട് പോലീസ് കേസ് വന്ന സാഹചര്യത്തിൽ മന്ത്രിക്ക് ഇനി പ്രത്യേകിച്ച് ഒരു നിലപാട് എടുക്കേണ്ട ആവശ്യമില്ല. പി വിനീഷ് ചേരുന്നു കൂടുതൽ വിവരങ്ങളുമായി. വിനീഷ്, മന്ത്രി പറയുന്നത് എംഎൽഎ ഉൾപ്പെട്ട ഒരു കേസായതുകൊണ്ട് വനം വകുപ്പിന് ഒന്നും ചെയ്യാനില്ല എന്നാണ്. അങ്ങനെ എംഎൽഎമാർ ചെയ്യുന്ന എല്ലാ കുറ്റങ്ങൾക്കും കൂടെ പിടിക്കുകയാണോ സർക്കാർ എന്ന് കൂടി നമുക്ക് ഈ ഒരു ഘട്ടത്തിൽ ചോദിക്കേണ്ടതുണ്ടല്ലോ. കാരണം വലിയൊരു ഭീഷണിയാണ് ജനീഷ് കുമാർ എംഎൽഎയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായത്. ഫോറസ്റ്റ് ഓഫീസ് കത്തിക്കുമെന്ന് മാത്രമല്ല, നക്സലുകൾ ഇവിടെ എന്നുകൂടി ഭീഷണി മുഴക്കിയിട്ടുണ്ടായിരുന്നു ജനീഷ് കുമാർ എംഎൽഎ. ഇത്തരത്തിൽ എംഎൽഎമാർ അല്ലെങ്കിൽ നിയമസഭാ സാമാജികർ ഉൾപ്പെടുന്ന വിഷയങ്ങൾ അവർ എന്ത് ഗുണ്ടായിസം കാണിച്ചാലും സർക്കാർ അതിന് കുട പിടിക്കും എന്നുള്ളൊരു സന്ദേശമാണോ മന്ത്രി നൽകുന്നത്? തീർച്ചയായിട്ടും എംഎൽഎ സംരക്ഷിക്കുന്ന ഒരു നിലപാട് തന്നെയാണ് ഇപ്പോൾ മന്ത്രിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത്. വനം വകുപ്പ് ജീവനക്കാരെ അല്ലെങ്കിൽ ഫോറസ്റ്റിലെ ജീവനക്കാരെ എല്ലാവരുടെയും നിലപാടുകളെ തള്ളിക്കൊണ്ടുള്ള ഒരു നിലപാട് മന്ത്രി സ്വീകരിച്ചിരിക്കുന്നു. ഏറ്റവും പ്രധാനമെന്ന് നമുക്ക് ഈ വിഷയത്തിൽ പറയാൻ സാധിക്കുന്നത്, ആരായിരുന്നാലും ഒരു സർക്കാർ ഓഫീസിൽ അതിക്രമിച്ചു കയറി സർക്കാർ ജീവനക്കാരെ, സർക്കാർ ഉദ്യോഗസ്ഥരായ ജീവനക്കാരെ ഭീഷണിപ്പെടുത്തുന്നതും ഒപ്പം തന്നെ അവരുടെ ജോലി തടസ്സപ്പെടുത്തുന്നതും ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമുള്ള കുറ്റമാണ്. ആ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം എംഎൽഎക്കെതിരെ കേസെടുക്കാമെന്ന സാഹചര്യം ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അത്തരത്തിൽ നിയമവിദഗ്ധർ ചൂണ്ടിക്കാണിക്കണമുണ്ട്. പക്ഷേ ഇതെല്ലാം നിലനിൽക്കുമ്പോഴാണ് പ്രത്യേകിച്ച് എംഎൽഎ ഈ ഫോറസ്റ്റ് ഓഫീസിനുള്ളിൽ കയറി ജീവനക്കാരെ വലിയ രീതിയിൽ ഭീഷണിപ്പെടുത്തുന്നുണ്ട്. പ്രത്യേകിച്ച് നക്സൽ അടക്കമുള്ളവർ ഇവിടേക്ക് എത്തും, ഒപ്പം തന്നെ ഈ ഓഫീസ് അടക്കമുള്ളവ തീയിട്ട് കത്തിക്കും. അത്തരമൊരു സാഹചര്യം നിങ്ങൾ ഒരുക്കരുത് എന്ന തരത്തിലുള്ള ഒരു ഭീഷണിയാണ് എംഎൽഎയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. ആ ഒരു ഭീഷണി സന്ദേശം അല്ലെങ്കിൽ അത്തരത്തിലുള്ള ദൃശ്യങ്ങൾ പൂർണ്ണമായും ഇപ്പോൾ പുറം ലോകത്തേക്ക് എത്തിയിരിക്കുന്നു. ആ പുറം ലോകത്തെ ഈ ദൃശ്യങ്ങൾ അടക്കമുള്ള തെളിവുകൾ ഉണ്ടായിരുന്നിട്ട് പോലും എംഎൽഎ സംരക്ഷിക്കുന്ന നിലപാടാണ് വകുപ്പ് മന്ത്രി സ്വീകരിക്കുന്നത്. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ മന്ത്രിയുടെ നിലപാട് ഇത്തരത്തിലാണ്. ഒരു കാരണവശാലും എംഎൽഎ ഉൾപ്പെട്ടിട്ടുള്ളത് കൊണ്ട് കേസെടുക്കാൻ സാധിക്കില്ല എന്ന നിലപാട് മന്ത്രി വ്യക്തമാക്കുന്നുണ്ട്. ഒപ്പം തന്നെ ജീവനക്കാർ ഏതെങ്കിലും തരത്തിലുള്ള തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് പരിശോധിക്കാം എന്ന തരത്തിലുള്ള ഒരു നിലപാടാണ് മന്ത്രി നടത്തുന്നത്. പ്രത്യേകിച്ച് സർക്കാർ സ്വാധീനത്തിൽ CPM എംഎൽഎ സംരക്ഷിക്കാനുള്ള നിലപാട് തന്നെയാണ് ഈ സർക്കാരിന്റെ ഭാഗമായി നിൽക്കുന്ന വനം വകുപ്പ് മന്ത്രി നടത്തുന്നത് എന്ന കാര്യത്തിൽ സംശയമില്ല. എന്തായിരുന്നാലും നിലവിലെ സാഹചര്യത്തിൽ എംഎൽഎക്കെതിരെ കേസെടുക്കാനുള്ള നിയമ സാഹചര്യങ്ങൾ നിലനിൽക്കുന്നുണ്ട്. അതിനെല്ലാം തള്ളിക്കളഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ മന്ത്രി രംഗത്തെത്തുന്നതും എംഎൽഎ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിക്കുന്നതും. ദേവിക. ശരി, എന്തായാലും പാടം ഫോറസ്റ്റ് ഓഫീസ് ആക്രമണം നടത്തിയ കോന്നി എംഎൽഎ കെ.യു. ജനീഷ് കുമാറിനെ സംരക്ഷിക്കുന്ന നിലപാടാണ് വനം മന്ത്രിയുടെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. എംഎൽഎ ഉൾപ്പെടുന്ന വിഷയത്തിൽ വനം വകുപ്പിന് കേസെടുക്കാൻ സാധിക്കില്ല എന്നുള്ളൊരു വിചിത്രവാദമാണ് മന്ത്രി എ.കെ. ശശീന്ദ്രന്റെ ഭാഗത്ത് നിന്നും ഉണ്ടായിരിക്കുന്നത്. വനം വകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് വീഴ്ചയുണ്ടോ എന്ന് പരിശോധിക്കുമെന്നും മന്ത്രി ജനം ടിവിയോട് പറഞ്ഞിട്ടുണ്ട്. വിനീഷാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്.